എല്ലാ ശാലോം ടി വി പ്രേക്ഷകർക്കും മർത്ത ആൻഡ് മേരി പ്രോഗ്രാമിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ദിവ്യകാരുണ്യ ആരാധന സന്യാസിനി സമൂഹത്തിന്റെ ചങ്ങനാശ്ശേരി പ്രൊവിൻസിലെ ഇടയിരിക്കപ്പുഴയിലുള്ള ബിഷപ്പ് കുര്യാളശ്ശേരി നേച്ചർ ക്യൂർ ആൻഡ് യോഗ സെന്റർ പ്രകൃതി ചികിത്സാ രംഗത്ത് അനേകർക്ക് ആശ്വാസവും ആശ്രയ കേന്ദ്രവുമാണ്. പലവിധ രോഗങ്ങളാൽ കഷ്ടപ്പെടുന്ന നിരവധി ആൾക്കാരാണ് ഇവിടെ കടന്നുവന്ന് വ്യത്യസ്തമായ പ്രകൃതി ചികിത്സാ രീതികളിലൂടെ ആശ്വാസം കണ്ടെത്തുന്നത്. ഇതിനെല്ലാം നെടുന്തൂണായി പ്രവർത്തിക്കുന്നത് സിസ്റ്റർ ജ്യോതി കോടിക്കുളം SABS എന്ന ഈ സന്യാസിനിയാണ്. തന്റെ മണവാളനായ ദിവ്യകാരുണ്യനാഥനിൽ നിന്നും ശക്തി സ്വീകരിച്ച് രോഗങ്ങളാലും സങ്കടങ്ങളാലും കഷ്ടപ്പെടുന്ന അനേകർക്ക് ആശ്വാസവും വഴികാട്ടിയുമായി തീരുകയാണ് ഈ സമർപ്പിത. പ്രകൃതി ചികിത്സാ രംഗത്ത് ശ്രദ്ധേയമായ സേവനം കാഴ്ചവെക്കുന്ന ഡോക്ടർ സിസ്റ്റർ ജ്യോതി കോടിക്കുളം SABSന്റെ ദൈവാനുഗ്രഹം നിറഞ്ഞ ജീവിതാനുഭവങ്ങളിലൂടെയും പ്രവർത്തന മേഖലകളിലൂടെയും നമുക്ക് കടന്നു ചെല്ലാം. മർത്ത ആൻഡ് മേരി പ്രോഗ്രാമിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സിസ്റ്റർക്ക് വീണ്ടും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നാം കണ്ടത് സിസ്റ്ററുടെ കുടുംബത്തെക്കുറിച്ചും സിസ്റ്ററുടെ കുട്ടിക്കാലത്തെക്കുറിച്ചും സിസ്റ്റർ പരിശീലന കാലഘട്ടങ്ങളെക്കുറിച്ചുമായിരുന്നു. ഇനി നമുക്ക് സന്യാസവ്രതം സ്വീകരിച്ചതിന് ശേഷമുള്ള സിസ്റ്ററിൻ്റെ എക്സ്പീരിയൻസിനെ കുറിച്ചൊന്ന് പറയാമോ? തീർച്ചയായിട്ടും. 4 വർഷത്തെ പരിശീലന കാലഘട്ടം കഴിഞ്ഞ് ആദ്യവ്രതം സ്വീകരിച്ചു, സഭാവസ്ത്രം സ്വീകരിച്ചു. തുടർന്ന് ഞങ്ങളുടെ സഭയുടെ നിയമം അനുസരിച്ച് ഞങ്ങൾക്ക് 1 വർഷത്തെ കമ്മ്യൂണിറ്റി എക്സ്പീരിയൻസ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമുണ്ട്. അതായത് ഈ 4 വർഷക്കാലം ഞങ്ങൾ സമപ്രായക്കാർ, ഒരേ ലക്ഷ്യമുള്ളവർ, ഒരേ ചിന്തയുള്ളവർ ഒരുമിച്ച് എല്ലാ ജോലികളും ചെയ്ത് പഠിച്ച് പ്രാർത്ഥിച്ചു പോവുകയായിരുന്നു. ഇനിയിപ്പോൾ ഒരു കമ്മ്യൂണിറ്റി, ഒരു മഠം എന്ന് പറയുമ്പോൾ അവിടെ 80 വയസ്സുള്ള അമ്മ കാണും, 60 വയസ്സുള്ള സിസ്റ്റർ കാണും, 40 താഴെയുള്ളവർ കാണും, ജൂനിയർ സിസ്റ്റേഴ്സ് ഉടുപ്പിട്ട് ഇറങ്ങിയവർ കാണും, ഞങ്ങളെപ്പോലുള്ളവർ കാണും. അങ്ങനെ എല്ലാവരുമായിട്ട് ഒരു കമ്മ്യൂണിറ്റിയിൽ പല പ്രായക്കാരുള്ളവർ, പല ജോലിയിലുള്ളവർ, പല സ്വഭാവത്തിലുള്ളവർ, അങ്ങനെ അവരോട് എങ്ങനെ ഒരുമിച്ച് പോകണം എന്നുള്ളൊരു പരിചയത്തിന് വേണ്ടിയിട്ടാണ് കമ്മ്യൂണിറ്റി എക്സ്പീരിയൻസ് നമുക്ക് തരിക. അപ്പോൾ ഈ എന്നോട് ചേർത്ത് പറയേണ്ട ഒരു കാര്യം, ഞാൻ വീട്ടിലായിരുന്നപ്പോൾ ചെറിയ പ്രായത്തിൽ അച്ചാച്ചിയുടെ അമ്മയുടെയും കൂടെ ഒന്ന് മാറാൻ ആഗ്രഹിച്ചിരുന്ന ആളല്ല കുട്ടിക്കാലത്ത്. ഞാൻ പാറമ്പുഴ എന്ന് പറയുന്നത് എൻ്റെ സ്വദേശം വിട്ട് എവിടേക്കും ഞാൻ പോവില്ല എന്ന് കൂടെ മനസ്സിൽ പറയുമായിരുന്നു. അത് കഴിഞ്ഞ് കോൺവെൻറ്റിൽ വന്ന് പരിശീലന കാലഘട്ടം ഉടുപ്പ് സ്വീകരിച്ചു. അപ്പോഴും ഞാൻ പറയും, കേരളം വിട്ട് ഞാൻ എവിടേക്കും പോവില്ല, അല്ലെങ്കിൽ ചങ്ങനാശ്ശേരി കോട്ടയം വിട്ട് എവിടേക്കും പോവില്ല, അങ്ങനെ ഞാൻ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരുന്ന ആളാണ്. പക്ഷേ ഞങ്ങൾ 17 പേർ സഭാവസ്ത്രം സ്വീകരിച്ചതിൽ ഞാൻ മാത്രമാണ് കേരളത്തിന് പുറത്തേക്ക് അയക്കപ്പെട്ടത്. അപ്പം നമ്മൾ എന്ത് വിചാരിക്കുന്നോ അതിലുപരിയാണ് കർത്താവിന് നമ്മളെക്കുറിച്ചുള്ള പദ്ധതി എന്നാണ് അതിലൂടെ വെളിപ്പെടുന്നത്. അപ്പം കോട്ടയം വിട്ട് പോകാൻ ആഗ്രഹിക്കാതിരുന്ന എന്നെ, എൻ്റെ ബാച്ചിലെ 16 പേരെ ഈ നാട്ടിൽ തന്നെ നിർത്തിയിട്ട് എന്നെ മാത്രം കേരളത്തിൻ്റെ അതിർത്തി കടത്തി. ഞാൻ തമിഴ്നാട്ടിലേക്കാണ് പോയത്. തമിഴ്നാട്ടിൽ പല സ്ഥലങ്ങളിലായിട്ട് നമ്മൾക്ക് മഠങ്ങളുണ്ട്. ഞാൻ പോയത് തിരുവണ്ണാമല ഡിസ്ട്രിക്റ്റിലെ വെല്ലൂർ ഡയസിസിലുള്ള കോൺവെൻറ്റിലേക്കാണ്. മല്ലികാപുരം എന്ന് പറയും. അവിടെ നമുക്കൊരു മെട്രിക്കുലേഷൻ സ്കൂളാണ് നമ്മുടെ സിസ്റ്റേഴ്സ് തന്നെ നടത്തുന്നത്. ഞാൻ പ്രീ ഡിഗ്രിക്ക് സയൻസ് ഗ്രൂപ്പ് ആയിരുന്നത് കൊണ്ട് അവിടെ 6-7 ക്ലാസ്സുകളിൽ ബയോളജി പഠിപ്പിക്കാനായിട്ടാണ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയ നിയോഗം. കമ്മ്യൂണിറ്റി എക്സ്പീരിയൻസ് ആണ്. സിസ്റ്റേഴ്സിൻ്റെ കൂടെ കമ്മ്യൂണിറ്റി എന്താണെന്ന് അനുഭവിച്ചറിയുക, ജീവിച്ചറിയുക, അതാണ് മെയിൻ ഉദ്ദേശം. അതോടൊപ്പം ആ കമ്മ്യൂണിറ്റി എന്ത് മിഷൻ നടത്തുന്നോ അതിൽ നമ്മളും പങ്കുചേരുക. അപ്പോൾ അവരെല്ലാവരും പഠിപ്പിക്കുന്നവരാണ്. എന്നെയും ആ ജോലി ഏൽപ്പിച്ചു. കുട്ടികളോടുകൂടി ആയിരുന്ന ആ സമയം എനിക്ക് ചെറുപ്പം മുതലേ ടീച്ചിങ് പ്രൊഫഷൻ വളരെ ഇഷ്ടമായിരുന്നു. ഭാഷയോട് ഇഷ്ടമുണ്ടായിരുന്നതുകൊണ്ട് അതുകൊണ്ട് ആ ഫീൽഡ് എനിക്ക് ഒത്തിരിയേറെ സന്തോഷം തരുമായിരുന്നു. ഞാൻ സന്തോഷമായിട്ട് അവിടെ കുട്ടികളായിട്ട് പഠിപ്പിക്കുകയാണ്. പ്രത്യേകിച്ചും തമിഴ്നാട്ടിലെ ഗ്രാമീണ കുട്ടികളാണല്ലോ, ഭയങ്കര ഇന്നസെൻ്റ് ആണവർ. തമിഴ്നാട്ടുകാരെ കുറിച്ച് പറയാം, അവർ സ്നേഹിക്കാൻ തുടങ്ങിയാൽ സ്നേഹിച്ചങ്ങ് കൊല്ലും എന്നുള്ള ഒരു രീതിയിലാണ്. ഞാനൊരു 6 മാസം അവിടെ പഠിപ്പിച്ചു. അപ്പോൾ കുട്ടികൾക്ക് ഈശോയുടെ കാര്യങ്ങൾ
പറഞ്ഞു കൊടുക്കാനായിട്ട് നല്ലൊരു ചാൻസ് ആയിരുന്നു. കുഞ്ഞു കുട്ടികളാണല്ലോ, അപ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ അവർ ഫ്രഷായിട്ട് തന്നെ മനസ്സിലേക്ക് സ്വീകരിക്കും. അതിൽ അവരുടെ മനസ്സിൽ പതിയേണ്ടവ പതിയും. പ്രത്യേകിച്ചും തമിഴ് ലാംഗ്വേജ് പഠിക്കാനായിട്ടും അതെനിക്കൊരു ഇതായിട്ട് തീർന്നു. ഈ കുട്ടികളെ ചാപ്പലിൽ കൊണ്ടുവരിക, അവരെ ചെറിയ ചെറിയ പ്രാർത്ഥനകൾ പഠിപ്പിക്കുക, ചില വചനങ്ങൾ അവർക്ക് ആവശ്യമുള്ള സമയത്ത് പറഞ്ഞു കൊടുക്കുക, ഈശോയെക്കുറിച്ച് പറയുക, അതൊക്കെ ഈ പഠിപ്പിക്കുന്ന കൂട്ടത്തിൽ നടന്നുപോയ കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ നല്ല സംതൃപ്തി തന്ന ഒരു 6 മാസക്കാലമായിരുന്നു അത്. അപ്പം ഈ 6 മാസം കഴിഞ്ഞിട്ട് പെട്ടെന്നാണ് ഞാൻ അവിടുന്ന് പോകണം എന്നുള്ള അറിയിപ്പ് വരിക. അപ്പം ഞാൻ ഇന്ന് ഓർക്കുന്നു, ഞാൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇരുന്ന് കരച്ചിലാണ്. കാരണം കമ്മ്യൂണിറ്റി വിട്ടു പോകണം. ആദ്യമായിട്ട് ഒരു ഇടത്തിൽ താമസിക്കാൻ തുടങ്ങിയിട്ട് ഭയങ്കര സങ്കടം. അപ്പോൾ സിസ്റ്റേഴ്സ് എല്ലാം പറഞ്ഞു, നീ എന്ത് ജീവിച്ചു, നമുക്ക് ട്രാൻസ്ഫറുകൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നു, സങ്കടപ്പെടാനൊന്നുമില്ല, സാരമില്ല എന്നൊക്കെ പറഞ്ഞ് അവരെന്നെ ആശ്വസിപ്പിച്ചു. അപ്പോൾ എനിക്ക് വന്ന വിളി ഊട്ടിയിൽ പോയി നാച്ചുറോപ്പതി കോഴ്സ് പഠിക്കുക എന്നുള്ളതായിരുന്നു. പ്രകൃതി ചികിത്സ, നാച്ചുറോപ്പതി എന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ ഈ 2 വാക്കുകൾ ഞാൻ കേട്ടിട്ടേ ഇല്ല. നാച്ചുറോപ്പതി എന്നും കേട്ടിട്ടില്ല, പ്രകൃതി ചികിത്സ എന്നും കേട്ടിട്ടില്ല. എന്താ സംഭവം നമുക്കൊരു പിടുത്തവും ഇല്ല. അപ്പം ഞാൻ അമ്മയോട്, പ്രൊവിൻഷ്യലമ്മയോട് പറഞ്ഞു, എന്നോട് നാച്ചുറോപ്പതി പഠിക്കാനാണ് പറഞ്ഞത്. അപ്പം അമ്മ, എനിക്ക് ടീച്ചിങ് പ്രൊഫഷൻ ഇഷ്ടമാണ്, പ്രത്യേകിച്ച് മലയാളം എടുത്ത് പഠിപ്പിക്കാനായിട്ട് ഇഷ്ടമാണ്. അപ്പം പറഞ്ഞു, നമുക്ക് മലയാളമൊക്കെ പഠിച്ചവർ ഒത്തിരി പേരുണ്ട്, കുഞ്ഞ് 2nd ഗ്രൂപ്പാണല്ലോ എടുത്തത്, അതുകൊണ്ട് ഈ കോഴ്സിനങ്ങ് പൊയ്ക്കോ. ഡിഗ്രി കോഴ്സാണ് ചെയ്തത്. ഇത് നാച്ചുറോപ്പതിയുടെ 5.5 വർഷത്തെ കോഴ്സാണ്. ഇക്വലൻ്റ് ടു MBBS സബ്ജക്ട്സ് ആണ് നമ്മൾ ആദ്യത്തെ 3 വർഷം പഠിക്കുക, പിന്നെയാണ് നമ്മൾ നാച്ചുറോപ്പതി പഠിക്കുക. സോ അത് പഠിക്കാനായിട്ട് ഊട്ടിയിലേക്ക് പോയിക്കോളാൻ പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ മല്ലികാപുരം എന്ന് പറയുന്ന കോൺവെൻറ്റ് സ്കൂളിലും കോൺവെൻറ്റിലായിട്ട് നല്ല സന്തോഷമായിട്ട് ജീവിച്ചു വരുന്ന അവസരത്തിലാണ് ഈ ഒരു വിളി. അപ്പം ഏതാ നമുക്കൊരു പിടുത്തവും ഇല്ല. മെഡിക്കൽ ഫീൽഡ് ഞാൻ ആഗ്രഹിച്ചിരുന്ന കാര്യമല്ല. പക്ഷേ ഈ നാച്ചുറോപ്പതി എന്താണെന്ന്, പ്രകൃതി ചികിത്സ എന്താണെന്ന് അറിയാത്തതുകൊണ്ട് എന്താ അതിനെക്കുറിച്ച് അധികാരികളോട് പറയേണ്ടതെന്ന് അറിയില്ല. ഞാൻ ഇതിലൊന്നും പറഞ്ഞില്ല, കൂടുതൽ വിശദീകരണം ചോദിച്ചില്ല. അധികാരികൾ എന്ത് പറയുന്നോ അതനുസരിക്കുക എന്നുള്ളതാണല്ലോ നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു വിളി എന്ന് പറയുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ഞാൻ എന്നെ നാട്ടിൽ വന്ന ശേഷം ഊട്ടിയിലേക്ക് അഡ്മിഷൻ എടുത്ത് പോയി. അതിന് മുൻപ് തന്നെ ഒരു സിസ്റ്ററിനെ നാച്ചുറോപ്പതി പഠിപ്പിക്കാനായിട്ട് ചങ്ങനാശ്ശേരി പ്രോവിൻസ് ഒത്തിരി നാളായിട്ട് ശ്രമിക്കുന്നുണ്ടായിരുന്നു പലയിടങ്ങളിൽ. പക്ഷേ അത് സാധിക്കാതെ പോയതിൻ്റെ കാരണം പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലങ്ങളിൽ വിശുദ്ധ കുർബാനയ്ക്കുള്ള സൗകര്യം, ഡെയിലി അറ്റൻഡ് ചെയ്യാനുള്ള സൗകര്യം ഇല്ലാതെ പോയതുകൊണ്ട് ആ പ്രോഗ്രാം തീരുമാനം മാറിപ്പോയതാണ്. അപ്പോൾ ഊട്ടിയിൽ പുതിയൊരു കോളേജ് തുടങ്ങി. JSS എന്നാണ് കോളേജിൻ്റെ പേര്. അതൊരു ഹിന്ദു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ജഗദ്ഗുരു ശ്രീ ശിവരാത്രീശ്വരാനന്ദ എന്ന് പറയുന്ന ഒരു ഹിന്ദു കോൺഗ്രിഗേഷനാണ്, സന്യാസ സമൂഹത്തിൻ്റെതാണ് ആ കോളേജ്. അവർക്ക് ഒത്തിരിയേറെ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. മൈസൂറാണ് അവരുടെ ഹെഡ് ഓഫീസ്. ഫാർമസി, അലോപ്പതി, ആയുർവേദ, സിദ്ധ, യുനാനി, അങ്ങനെ കുറേ കോളേജുകളുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് അവർ നാച്ചുറോപ്പതി തുടങ്ങിയത്. ഫാർമസി, നാച്ചുറോപ്പതി ഒരേ ക്യാമ്പസിൽ. പക്ഷെ നമുക്കവിടെ കിട്ടിയൊരു ഗുണം, ഊട്ടി കത്തീഡ്രലിനടുത്ത് നിത്യാരാധന നടത്തുന്ന നമ്മളൊരു കോൺവെൻറ്റ്, ചങ്ങനാശ്ശേരി പ്രോവിൻസിൻ്റെ ഒരു കോൺവെൻറ്റ് ഉണ്ടായിരുന്നു. അവിടെ താമസിച്ച് എനിക്ക് കോളേജിൽ പോയി പഠിക്കാനായിട്ട് സാധിച്ചു. ഞാൻ പോയി വരികയായിരുന്നു. അങ്ങനെ നാച്ചുറോപ്പതി പഠനം എന്താണെന്നറിയാതെ, ഈവൻ ബേസിക്സ് പോലും എനിക്കറിയാതെയാണ് ഞാൻ ചെല്ലുന്നത്. പക്ഷേ ആദ്യത്തെ ഒരാഴ്ച ക്ലാസ്സിലിരുന്ന് കഴിഞ്ഞപ്പോൾ തന്നെ മനസ്സിലായി, ശരിക്കും ദൈവം വിളിച്ചു കൊണ്ടുവന്ന ഒരു ഫീൽഡായിട്ട് തന്നെ എനിക്ക് തോന്നി. ജീവിതത്തെ നന്നായിട്ട് ക്രമീകരിക്കാൻ സാധിക്കുന്ന, നമ്മളെ തന്നെ കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന, കൂടുതൽ ആത്മനിയന്ത്രണത്തിലേക്ക് വരാൻ സാധിക്കുന്ന ഒരു ഫീൽഡായിട്ട് എനിക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റി. പ്രത്യേകിച്ചും രോഗികളെ സുഖപ്പെടുത്താൻ പറ്റും. അപ്പോൾ നമുക്ക് തന്നെ നമ്മളെ തന്നെ അറിഞ്ഞ് നല്ലൊരു ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യാൻ പറ്റുന്നൊരു. ഭാഷയൊരു പ്രശ്നം ഉണ്ടായിരുന്നോ സിസ്റ്ററിന്? മീഡിയം ഇംഗ്ലീഷ് ആയിരുന്നു തീർച്ചയായിട്ടും, കാരണം മെഡിക്കൽ കോഴ്സ് ആയതുകൊണ്ട്. പക്ഷേ പെട്ടെന്ന് തന്നെ ഈ 6 മാസത്തെ എക്സ്പീരിയൻസ് വെച്ച് തമിഴ് ഭാഷ പഠിക്കാൻ പറ്റി. കൂടെയുള്ള കൂട്ടുകാരോടൊക്കെ സംസാരിക്കാനൊക്കെ പറ്റി. ആദ്യമൊക്കെ അതിൻ്റെതായ കൾച്ചർ ഡിഫറൻസ് നമുക്കുണ്ടായിരുന്നു. മാത്രമല്ല പലരും ഒരു സിസ്റ്ററിനെ ഈ രൂപത്തിൽ ആദ്യമായിട്ടാണ് അടുത്ത് കാണുക. കുട്ടികളിൽ പലരും തമിഴ്നാട്ടിൽ കൂടുതലും സാരി സിസ്റ്റേഴ്സാണ് ഉള്ളത്. ഈ ഇത്ര ഹാബിറ്റൊക്കെ ആയിട്ട് ഇങ്ങനെ മൂടിപ്പൊതിഞ്ഞ് വരുന്ന ഒരാളെ അവർ അടുത്ത് കണ്ടപ്പോൾ അവർക്ക് ആദ്യം ഒരു അറവലായിരുന്നു, ഇതിനോട് അടുക്കാവോ മിണ്ടാവോ എന്നൊക്കെയുള്ളൊരു ചിന്ത. മെല്ലെ ഞങ്ങൾ നല്ല കൂട്ടുകാരായി. അവരെല്ലാ കാര്യങ്ങളും എന്നെ സഹായിച്ചിരുന്നു. പഠനം അങ്ങനെ നന്നായിട്ട് തന്നെ മുന്നോട്ട് പോയി. ഈ കോഴ്സ് പഠിച്ചപ്പോഴത്തേക്ക് ഏക മലയാളിയും ഏക ഒരു സന്യാസവ്രതം സ്വീകരിച്ച ഒരു വ്യക്തി എന്ന നില അവർക്കുള്ള സമീപനം എന്തായിരുന്നു? തീർച്ചയായിട്ടും അതെനിക്ക് ആദ്യം ഒരു ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ മാത്രമാണ് മലയാളി, ഞാൻ മാത്രമാണ് കാത്തലിക്, ഞാൻ മാത്രമാണ് സിസ്റ്റർ, എങ്ങനെയുണ്ട്, അതിൻ്റെ ഒരു ഭയപ്പാടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അവർ പെട്ടെന്ന് തന്നെ എന്നെ അക്സെപ്റ്റ് ചെയ്തു. അതിന് ഞാൻ വിചാരിക്കുന്നു പറഞ്ഞാൽ തമ്പുരാൻ തന്ന ഈ വിളി തന്നെയാണ്. അതല്ല, ഞാനൊരു സാധാരണ കാത്തലിക് ആയിട്ടാണ് പോകുന്നതെങ്കിൽ അത്രയേറെ ഒരു ആക്സെപ്റ്റൻസ് എനിക്ക് കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷെ തമ്പുരാൻ്റെ ഒരു സാന്നിധ്യം അവർക്കിടയിൽ കാണിച്ചു കൊടുക്കാനായിട്ട് എൻ്റെ ജീവിതത്തെ ഈശോ ഉപയോഗപ്പെടുത്തി എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുക. അതുകൊണ്ട് തന്നെ അവരുടെ ബാക്കി എല്ലാ കാര്യങ്ങളെക്കാൾ, അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന
പ്രശ്നങ്ങളിൽ, ക്രൈസിസുകളിൽ, അവരുടെ ഒറ്റപ്പെട്ട ദുഃഖങ്ങളിലൊക്കെ അവർ എൻ്റെ അടുത്താണ് ആദ്യം ഷെയർ ചെയ്യുക. എന്നിട്ട് പറയും സിസ്റ്റർ പ്രാർത്ഥിക്കണം തീർച്ചയായിട്ടും. അങ്ങനെ പറഞ്ഞ് ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളുടെ മഠം ഊട്ടി കത്തീഡ്രലിനടുത്താണ്. അവിടെ പകൽ മുഴുവൻ വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ചിട്ടുണ്ട്. നമ്മുടെ സിസ്റ്റേഴ്സ് അവിടെ കത്തീഡ്രലിൽ പോയിരുന്ന് ആരാധിക്കും. ഈ കുട്ടികൾ ഞായറാഴ്ചകളിലും അവധി ദിവസങ്ങളിലൊക്കെ ചുമ്മാ നടന്ന് അവിടേക്ക് വരും. കോളേജ് അവരെല്ലാം ഹോസ്റ്റലിൽ താമസിക്കുന്നവരാണ്. നടന്ന് അവിടേക്ക് വന്ന് എന്നെയും കൂട്ടി ഈ ചാപ്പലിൽ പോയി അവരുടെ വീട്ടിലെ പ്രശ്നങ്ങൾ, അവരുടെ സ്വകാര്യ ദുഃഖങ്ങളൊക്കെ പങ്കുവെച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ച്, അവർ പ്രാർത്ഥിക്കാനും ബൈബിൾ എടുത്ത് വായിക്കാനും ഒക്കെ അവിടെ വെച്ച് പഠിച്ചു. അതൊരു വലിയ അനുഗ്രഹമായിട്ട് ഞാൻ കരുതുകയാണ്. കാരണം ഒരു പരിചയമില്ലാത്തൊരു നാട്ടിൽ പോയി എൻ്റെ ചുറ്റുമുള്ള ആൾക്കാരെ ഈശോയുടെ നാമം വിളിക്കാനായിട്ട് ഈശോനെ ഉപകരണമാക്കി എന്ന് പറയുന്നത് ഒത്തിരി സന്തോഷം തരുന്നൊരു കാര്യമായിരുന്നു. റോഡിലാണെങ്കിലും കോളേജിലാണെങ്കിലും ഈവൻ ടീച്ചേഴ്സ്, പ്രൊഫസേഴ്സ് പോലും അവർ അതിൻ്റെതായ ഒരു കരുതൽ തന്നിരുന്നു എന്നുള്ളതാണ്. അത് ഒരിക്കലും എൻ്റെ വ്യക്തിമാഹാത്മ്യമൊന്നുമല്ല, ഒട്ടുമല്ല. തീർച്ചയായിട്ടും ഈ ഒരു സന്യാസ വസ്ത്രം അത് വിളംബരം ചെയ്യുന്നത് തീർച്ചയായിട്ടും ഈശോയുടെ സാന്നിധ്യം തന്നെയാണ്, ഈശോയുടെ ജീവിതമാണ്, ഈശോയുടെ സ്നേഹമാണ്. അതിനാൽ ആകർഷിക്കപ്പെട്ടിട്ടാണ് പ്രൊഫസേഴ്സും പ്രിൻസിപ്പലും ഹയർ ഒഫീഷ്യൽസും ഫാർമസി കോളേജിലെ കുട്ടികളും എൻ്റെ ക്ലാസ്സിലെ കുട്ടികളും മറ്റു കുട്ടികളും ഒക്കെ എന്നെ വളരെ ബഹുമാനത്തോടെ, അതിലേറെ സ്നേഹത്തോടെ, കരുതലോടെ കണ്ടിരുന്നു. അത് ഈശോയുടെ സ്നേഹത്തിൻ്റെ തെളിവായിട്ടാണ് ഞാൻ കാണുന്നത്. അങ്ങനെ വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു 5-6 വർഷമാണ് അവിടെ കഴിഞ്ഞു പോയത്. അതിൻ്റെ ഇടയ്ക്ക് കോളേജും മഠവും തമ്മിൽ കുറച്ച് ദൂരം ഉണ്ടായിരുന്നുകൊണ്ട് ഞാനൊരു 2 വീലർ ഉപയോഗിച്ചിരുന്നു. അപ്പോൾ അവിടെ ചെന്നിട്ടാണ് പഠിക്കുക. വീട്ടിൽ വെച്ച് ഞാൻ സൈക്കിൾ പോലും കയറിയിട്ടില്ലാത്ത ആളാണ്. ഫോർമേഷൻ പീരീഡിൽ അറിയാം, നമുക്ക് ലോകമായിട്ട് ബന്ധങ്ങളൊന്നുമില്ല, നമ്മൾ മഠത്തിൽ തന്നെ എങ്ങനെയായിരുന്നു. അതിന് പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങി 2 വീലറൊക്കെ ഓടിക്കാൻ തുടങ്ങി. അതിൻ്റെതായ വെപ്രാളൊക്കെ ആകുകൊണ്ട് ഇവിടെ എൻ്റെ കയ്യിൽ നിന്ന് പിഴവുകളൊന്നും വന്നിട്ടില്ല. പക്ഷേ ഒത്തിരി ആക്സിഡൻസുമായിട്ട് ഞാൻ മുഖാമുഖം കണ്ടിട്ടുണ്ട്, അതിൽ പെട്ടുപോയിട്ടുണ്ട്. പക്ഷെ അവിടെ നിന്നെല്ലാം ഈശോ എന്നെ ഒരു പോറൽ പോലും കൂടാതെ സംരക്ഷിച്ച, ഓർത്തു വയ്ക്കേണ്ട 3-4-5 അനുഭവങ്ങൾ എനിക്ക് അവിടെ ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും മറക്കാനാവാത്തൊരു സംഭവം വിവരിക്കാമോ? ഞാൻ ഒരിക്കൽ മഠത്തിൽ നിന്ന് കോളേജിലേക്ക് പോകുന്ന, അറിയാൽ ഊട്ടി പ്രദേശം ഹിൽ സ്റ്റേഷനാണ്, കയറ്റി ഇറക്കം നന്നായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരിക്കൽ മഠത്തിൽ നിന്ന് കോളേജിലേക്ക് 2 സ്ഥലത്താണ്. കോളേജ് ഒരു സ്ഥലത്ത്, ഹോസ്പിറ്റൽ വേറൊരു സ്ഥലത്ത്, പ്രാക്ടിക്കലിൻ്റെ ഹോസ്പിറ്റൽ. കോളേജിൽ നിന്ന് ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴി നല്ലൊരു ഇറക്കം ഇറങ്ങി വരുന്ന സമയത്ത് റോങ് സൈഡിൽ കൂടി ഒരു ലോറി വന്ന് കറക്റ്റ് എൻ്റെ വണ്ടിയെ മുട്ടി അങ്ങ് നിന്നു. ഞാൻ ഷെയ്ക്ക് ചെയ്ത് വീഴാൻ പോയി. പക്ഷേ ആരോ എന്നെ പിടിച്ചു നിർത്തിയ പോലെ ആ വീലിൻ്റെ അടിയിലേക്ക് വീഴാതെയോ മറ്റ് റോഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ വണ്ടി വരുന്ന റോഡിലേക്ക് വീഴാതെയോ ഒന്നും ഞാൻ കാലുകുത്തി അവിടെ നിന്നു എന്നുള്ളതാണ്. ഏതൊരു സാധാരണ മനുഷ്യൻ്റെ ബുദ്ധിയിലും ഒന്നുകിൽ ഞാൻ ലോറിയുടെ വീടിൻ്റെ അടിയിൽ പോകണം, അല്ലെങ്കിൽ തെറിച്ചു പോയി ഓപ്പോസിറ്റ് വീഴണം. പക്ഷെ അവിടെ എന്നെ താങ്ങിയത് കർത്താവിൻ്റെ കരങ്ങളാണെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കണം. അങ്ങനെ ഒത്തിരിയേറെ അനുഭവങ്ങൾ, സംരക്ഷണത്തിൻ്റെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സിസ്റ്റർ ഹൗസ് സർജൻസി ചെയ്ത് എവിടെയാണെന്ന് പറയാമോ? 5 വർഷത്തെ കോഴ്സ് പൂർത്തിയാക്കിയ ശേഷം ഞങ്ങൾക്ക് 1 വർഷത്തെ നിർബന്ധിത ഹൗസ് സർജൻസി ഉണ്ടായിരുന്നു. അതിൽ ഞാൻ 3 മാസക്കാലം പൂനായിലുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നാച്ചുറോപ്പതി എന്ന ഹോസ്പിറ്റലാണ് ചെയ്തത്. അവിടെ ജെസ്യൂട്ട്സിൻ്റെ പ്രൊവിൻഷ്യൽ ഹൗസിൽ താമസിച്ചുകൊണ്ടാണ്, കാരണം അടുത്തടുത്തായിരുന്നു, താമസിച്ചുകൊണ്ടാണ് ഞാൻ ഹോസ്പിറ്റലിൽ പോയിരുന്നത്. 1 മാസം ഞാൻ തൃശ്ശൂർ കണിമംഗലത്തുള്ള ഗാന്ധി നേച്ചർ ക്യൂർ ആൻഡ് യോഗ സെൻറ്ററിൽ, അവർ കിഡ്നി കേസസാണ് കൂടുതലായിട്ടും കൈകാര്യം ചെയ്യുക, അവിടെ ഹൗസ് സർജൻസി എടുത്തു. ബാക്കി ഞാൻ ഊട്ടിയിൽ തന്നെയാണ് ചെയ്തത്. അപ്പോൾ ഈ 3 സ്ഥലത്തും ഈ പറഞ്ഞതുപോലെ ഈശോയുടെ സാന്നിധ്യത്തിൻ്റെ ഒരു വിളിച്ചോതലായിട്ട് മാറാനായിട്ട് ഈശോ എൻ്റെ സന്യാസ ജീവിതത്തെ എടുത്തുപയോഗിച്ചിട്ടുണ്ട്. ഞാൻ ഓർക്കാണ്, പൂനെയിൽ നിന്ന് ഒരു ദിവസം നാട്ടിലേക്കോ മറ്റോ ഒരു റെയിൽവേ സ്റ്റേഷനിൽ ചെന്നപ്പോൾ നേട്ടുന്ന ചെരുപ്പിൻ്റെ വള്ളി പൊട്ടിപ്പോയി. അപ്പോൾ തയ്ക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ഞാൻ അവിടെ റെയിൽവേ സ്റ്റേഷനിൽ ഒരു ചെരുപ്പൂത്തിയുടെ അടുക്കൽ ചെന്ന് ചെരുപ്പ് തയ്ക്കാനായിട്ട് ചെന്ന് നിന്നു. അപ്പോൾ എൻ്റെ ഇവിടുത്തെ നന്നായിട്ട് ഹിന്ദി അറിയാവുന്ന ഒരാളുകൂടെ ഉണ്ട്. പുള്ളി പറഞ്ഞത് തയ്ച്ചു കൊടുക്കാൻ പറഞ്ഞു. പുള്ളി നന്നായിട്ട് വൃത്തിയായിട്ടൊക്കെ തയ്ച്ചു തന്നു. എന്നിട്ട് ഞാൻ 20 രൂപയോ മറ്റോ എടുത്ത് നീട്ടി. അപ്പം പുള്ളി പറഞ്ഞു, ഒരിക്കലും ഞാനത് വാങ്ങില്ല, ഞാൻ ഈ ചെയ്തു കൊടുത്തത് ഭഗവാനാണ് ചെയ്തു കൊടുത്തത്, അതുകൊണ്ട് അത് ഭഗവാൻ ചെയ്തൊരു അർച്ചനയായിട്ട് ഞാൻ കാണുന്നു. ശരിക്കും എൻ്റെ കണ്ണുകളും നിറഞ്ഞു. അപ്പം നമ്മൾ ആരാണ്? പക്ഷേ നമ്മളിലൂടെ തമ്പുരാൻ്റെ സാന്നിധ്യം ചെല്ലുന്നിടത്തെല്ലാം പ്രഘോഷിക്കുകയാണ്. അപ്പോൾ മനുഷ്യന് ഈ ദൈവത്തെ കണ്ടെത്താനായിട്ട്, ദൈവത്തെ കാണാനായിട്ട്, അനുഭവിക്കാനായിട്ട് തമ്പുരാനെ കരുവാക്കി പല സ്ഥലങ്ങളിലും എന്നുള്ളത് ഒരു ഒത്തിരി സന്തോഷം തരുന്നൊരു അനുഭവം. ആദ്യമായി ജോലി പ്രവേശിച്ചത് എവിടെയാണ്? ഞാൻ ജോലി എന്ന് പറയാൻ, നമുക്ക് മഠത്തോടനുബന്ധിച്ച് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അതൊരു സേവനമാണല്ലോ, ശമ്പളം വാങ്ങുന്നൊരു ജോലിയല്ല തീർച്ചയായിട്ടും നമ്മളുടേത്. ഞാൻ ഹൗസ് ഏജൻസി പൂർത്തിയാക്കിയ ശേഷം ഞങ്ങൾക്ക് തമിഴ്നാട്ടിൽ തക്കല മിഷനിൽ ഒരു ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നു, ഇതുപോലെ തന്നെ നാച്ചുറോപ്പതി.
അപ്പോൾ അവിടുത്തെ സിസ്റ്ററിന് ഒരു പ്രെയർ റിന്യൂവലിനായിട്ട് നാട്ടിലേക്ക് വരേണ്ടത് കൊണ്ട് ഞാൻ അവിടേക്ക് പോയി. അവിടെ പോയി 4 മാസം അവിടെ വർക്ക് ചെയ്തു. പക്ഷെ അത് വളരെ ഇൻറ്റീരിയർ ആയിട്ടുള്ളൊരു മേഖലയാണ്, ഒത്തിരി റിമോട്ടായിട്ടുള്ളൊരു ഗ്രാമമായിരുന്നു. അവിടേക്ക് എത്തിപ്പെടാനായിട്ട് നല്ല ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ക്രമേണ അവിടേക്കുള്ള രോഗികളുടെ വരവ് കുറഞ്ഞിരുന്നു. എന്തായാലും ആ 4 മാസം ഞാനവിടെ താമസിച്ചു. അതോടൊപ്പം ഇടവകയുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങളിലെല്ലാം സഹകരിക്കാൻ, ഭാഷ അറിയാവുന്നതുകൊണ്ട് നന്നായിട്ട് സഹകരിക്കാനായിട്ട് സാധിച്ചു. 4 മാസം അവിടെ ജോലി ചെയ്ത ഒരു എക്സ്പീരിയൻസ്. തീർച്ചയായിട്ടും നമ്മൾ ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യാണല്ലോ രോഗികളെ. ഹൗസ് സർജൻസിൽ തീർച്ചയായിട്ടും നമുക്ക് മുകളിലുള്ളവരുണ്ട്, സഹായം ചോദിക്കാം, അഡ്വൈസ് ചോദിക്കാം. ഇവിടെ നമ്മൾ തനിച്ച് വേണം പേഷ്യൻറ്റിനെ ഹാൻഡിൽ ചെയ്യാനായിട്ട്. ആ ഒരു എക്സ്പീരിയൻസോടുകൂടിയാണ് ഞാൻ നാട്ടിലേക്ക് തിരിച്ചു വരിക. 2008 ഞാൻ കോട്ടയത്ത് മണിമല അടുത്തുള്ള ഈ ഇടയിരിക്കപ്പുഴ ബിഷപ്പ് കുര്യാളശ്ശേരി നേച്ചർ ക്യൂർ ആൻഡ് യോഗ സെൻറ്ററിൽ വന്ന് ജോയിൻ ചെയ്തു. ഞാൻ ജോയിൻ ചെയ്യുമ്പോൾ അവിടെ ഓൾറെഡി ഒരു മെയിൽ ഡോക്ടറുണ്ട്. അദ്ദേഹത്തിൻ്റെ കീഴിൽ ഞാൻ ഇവിടുത്തെ സാഹചര്യങ്ങളൊക്കെ പഠിക്കുകയായിരുന്നു. എന്തുതരം രോഗമുള്ളവരാണ് ഇവിടെ പ്രവേശിക്കുന്നത്? ഇവിടെ എല്ലാത്തരം രോഗങ്ങളുള്ളവരും വരാറുണ്ട്. നാച്ചുറോപ്പതിയാണ് നമ്മൾ ഫോളോ ചെയ്യുക, മരുന്നുകളൊന്നും ഇല്ലാത്തൊരു സിസ്റ്റം. അതുകൊണ്ട് തന്നെ എല്ലാ സിസ്റ്റവും പരീക്ഷിച്ചറിഞ്ഞ ശേഷമാണ് രോഗികൾ ഇവിടേക്ക് വരിക. അവർക്കുള്ള കംപ്ലൈൻറ്റ് മൂത്ത് പഴകിയ ഒരവസ്ഥയെത്തിയ ശേഷമാണ് ഇവിടേക്ക് വരിക. പ്രത്യേകിച്ചും ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് ഒത്തിരി വരാറുണ്ട്. അമിതവണ്ണം, കൊളസ്ട്രോൾ, ഷുഗർ, BP, സ്കിൻ കണ്ടീഷൻസ്, ഹാർട്ട് ട്രബിൾ, ജോയിൻറ്റ് പെയിൻസ്, കിഡ്നി സ്റ്റോൺസ്, ബ്ലഡ് റിലേറ്റഡ് ഡിസോർഡേഴ്സ്, പിന്നെ പാർക്കിൻസോണിസം, ഈവൻ ക്യാൻസർ കേസ് പോലും വന്നിട്ടുണ്ട്. എല്ലാത്തിനും നമുക്ക് വേണ്ടത് സഫീഷ്യൻ്റ് ആയിട്ടുള്ള സമയം കൊടുക്കുക എന്നുള്ളതാണ്. നമുക്ക് മരുന്നുകളൊന്നുമില്ല. പ്രത്യേകിച്ചും ഏതൊരു സിസ്റ്റത്തെക്കാൾ ഉപരിയായിട്ട് ഈശോ പ്രവർത്തിക്കുന്ന ഒരു സിസ്റ്റം എന്ന് വിളിക്കാനാണ് എനിക്കിതിന് ഇഷ്ടം. കാരണം നമ്മൾ ബൈബിളിൽ വായിക്കുന്നുണ്ട്, ഈശോ ചെളിയിൽ മണ്ണിൽ തുപ്പി ചെളി ഉണ്ടാക്കി കണ്ണിൽ പൂശിയിട്ട് പോയി കഴുകാൻ പറഞ്ഞു. മട്ടെറപ്പിയാണിത് ഈശോ ചെയ്തതിന്. അപ്പോൾ ഈശോ പ്രയോഗിച്ച ചികിത്സ എന്നുള്ള രീതിയിൽ നാച്ചുറോപ്പതി ചെയ്യാനായിട്ട് ഒത്തിരി സന്തോഷമുണ്ട്. മരുന്നുകളൊന്നുമില്ലാതെ ആഹാര ക്രമീകരണം കൊണ്ടും വ്യായാമം കൊണ്ടും മണ്ണ്, വെള്ളം, സൂര്യപ്രകാശം, വായു, കറണ്ട്, ടെമ്പറേച്ചറിൻ്റെ വിവിധ വകഭേദങ്ങൾ ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ടുള്ള തെറപ്പികളാണ് നമ്മൾ ചെയ്യുക. സോ അതിൻ്റെതായ സമയം ആവശ്യമുണ്ട്. 10, 15, 20 വർഷം പഴക്കമുള്ള കേസാണെങ്കിൽ അതിനൊപ്പിച്ച് നമുക്ക് 15 ദിവസമോ 20 ദിവസമോ 1 മാസമോ 1.5 മാസമോ ഒക്കെ ഡ്യൂറേഷൻ വേണ്ടി വരാം ഹീലാവാൻ. ഒരു സിസ്റ്റം ഓഫ് ട്രീറ്റ്മെൻറ്റിനേക്കാൾ ഉപരി വേ ഓഫ് ലൈഫാണ് നമ്മളിവിടെ പേഷ്യൻറ്റിനോട് ഫോളോ ചെയ്യാൻ പറയുക. കറക്റ്റായിട്ടുള്ളൊരു ജീവിതശൈലി, അമിത ആഹാരം ഉപേക്ഷിച്ച്, അലസത ഉപേക്ഷിച്ച്, ഒത്തിരി മാലിന്യങ്ങൾ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്ന ജീവിതശൈലി ഉപേക്ഷിച്ച്, ശരീരത്തെ ദൈവം തന്ന ദാനമായി കണ്ട് ആദരിച്ചുകൊണ്ടുള്ള മിതത്വത്തിൻ്റെയും ലാളിത്യത്തിൻ്റെയും ഒരു ജീവിതശൈലി ഫോളോ ചെയ്യാനായിട്ട് നമ്മൾ പേഷ്യൻറ്റിനെ പഠിപ്പിക്കുകയാണ് ഇവിടെ. തിരിച്ചുപോയി ഫോളോ ചെയ്യുമ്പോഴാണ് അവർക്ക് ആ ഹീലിംഗ് കംപ്ലീറ്റ് ആവുക. ഒരു പേഷ്യൻ്റ് വരുമ്പോൾ ആദ്യമേ അവരെ നിരീക്ഷിച്ച ശേഷമാണ് അവർക്ക് ചികിത്സകൾ ആരംഭിക്കുന്നത്? തീർച്ചയായിട്ടും മുമ്പ് പറഞ്ഞതുപോലെ ഒത്തിരിയേറെ ചികിത്സകൾ ഒത്തിരിയേറെ സ്ഥലത്ത് പോയി എല്ലാം പരീക്ഷിച്ച ശേഷമായിരിക്കും പേഷ്യൻ്റ് ഇവിടെ വരിക. സോ വന്നു കഴിയുമ്പോൾ അവരുടെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കേസ് ഹിസ്റ്ററി നമ്മൾ എടുക്കുക. ഇപ്പോൾ അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മെഡിക്കേഷൻസ് ഉൾപ്പെടെ അവരെ നന്നായിട്ട് കൺസൾട്ട് ചെയ്ത ശേഷം അതിൻ്റെ ബേസിസിലാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ആരംഭിക്കുന്നത്. ഏത് ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് സൗഖ്യപ്പെടുത്തുക എന്നതിലുപരി നമുക്കിവിടെ ചെയ്യാൻ സാധിക്കുന്നത് ആത്മീയമായിട്ട് അവരെ സൗഖ്യം നൽകുന്ന യഥാർത്ഥ വൈദ്യൻ്റെ പക്കലേക്ക് അടുപ്പിക്കുക എന്നുള്ളതാണ്. ഇവിടെ തീർച്ചയായിട്ടും ഞാനൊരു ചെറിയ ഇൻസ്ട്രുമെൻ്റ് മാത്രമാണ്. ഈശോയാണ് യഥാർത്ഥ ഹീലർ. അതുകൊണ്ട് തന്നെ ഞാൻ പേഷ്യൻസിനോട് പറയാറുണ്ട്, നിങ്ങൾ ഏത് ജാതിയാണെങ്കിലും ഏത് മതമാണെങ്കിലും ദയവ് ചെയ്ത് പ്രാർത്ഥനയിലേക്ക് കടന്നു വരിക. പ്രാർത്ഥന എന്ന് പറയുന്ന പോസിറ്റീവ് എനർജിക്ക് നിങ്ങളിൽ ഒത്തിരിയേറെ മാറ്റങ്ങൾ വരുത്താനായിട്ട് സാധിക്കും. നമ്മളുടെ സയൻസ് ഇപ്പോൾ പ്രൂവ് ചെയ്യുന്നതനുസരിച്ച് ഏതാണ്ടൊരു 98% ഡിസോർഡേഴ്സും സൈക്കോസൊമാറ്റിക്കാണ്. മനസ്സിൽ നിന്ന് ഉത്ഭവിച്ച് ശരീരത്തിലേക്ക് പടരുന്ന അവസ്ഥയാണ് രോഗങ്ങൾ പലതും. അതുകൊണ്ട് തന്നെ മനസ്സിനെ സാന്ത്വനപ്പെടുത്തുക, സുഖപ്പെടുത്തുക, ആത്മാവിനെ ദൈവാഭിമുഖ്യത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതൊക്കെയാണ് നമ്മുടെ അടിസ്ഥാനപരമായിട്ടുള്ള നയം ഇവിടെ. സോ അതിന് അനുയോജ്യമായ രീതിയിൽ വിശുദ്ധ കുർബാനയിലുള്ള പങ്കാളിത്തം, കുമ്പസാരം, വിശുദ്ധ കുമ്പസാരം, യാമപ്രാർത്ഥന, സന്ധ്യാപ്രാർത്ഥന, കൗൺസിലിംഗ് സഹായം, ഇതൊക്കെ പേഷ്യൻസിന് കൊടുക്കുന്നതിൽ ശ്രദ്ധിക്കാറുണ്ട്. അങ്ങനെ പ്രത്യേകിച്ച് നമ്മുടെ കത്തോലിക്ക വിശ്വാസികളെ ഈശോയുമായിട്ടുള്ളൊരു വ്യക്തിപരമായ ഐക്യത്തിലേക്ക് നയിക്കാനാണ് ശ്രമം. ഒബീസിറ്റി ആയിട്ടൊരു പേഷ്യൻ്റ് കടന്നു വന്നാൽ അവരുടെ ഭക്ഷണക്രമമാണോ അതോ എക്സസൈസാണോ, ഏതിനായിരിക്കും സിസ്റ്റം മുൻതൂക്കം കൊടുക്കുന്നത്? രണ്ടും ഒരുപോലെയാണല്ലോ. രണ്ടിനും ഒരുപോലെയുള്ള പ്രാധാന്യമാണ് കൊടുക്കുക. കാരണം അമിത ഭക്ഷണം കഴിച്ചാലും അത് യഥാസമയങ്ങളിൽ ചെലവഴിക്കാൻ സാധിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഒബേസിറ്റിയിലേക്ക് പോകുമായിരുന്നില്ല, അമിതവണ്ണത്തിലേക്ക് പോകുമായിരുന്നില്ല. ഭക്ഷണം അമിതമായിട്ട് കഴിക്കുകയും വേണ്ട എക്സസൈസ് ബോഡിക്ക് കിട്ടാതിരിക്കുകയും ചെയ്യുമ്പോഴാണ് അതൊരു രോഗമായിട്ട് മാറുന്നത്. അതുകൊണ്ട് നമ്മൾ ഇവിടെ ഒരു നാണയത്തിൻ്റെ 2 വശങ്ങൾ പോലെ രണ്ടിനെയും കൊണ്ടുപോകുന്നു. ഭക്ഷണ ക്രമീകരണമുണ്ട്,
ഒപ്പം നന്നായിട്ട് വ്യായാമം ചെയ്യാനായിട്ട് നമ്മൾ ആവശ്യപ്പെടാറുണ്ട്. ഭക്ഷണ രീതികൾ എന്തൊക്കെയായിരിക്കും ഇവിടെ ഫോളോ ചെയ്യുന്നത്? തീർച്ചയായിട്ടും നമ്മൾ നോൺ വെജിറ്റേറിയൻ നമ്മുടെ മെനുവിലില്ല. ബോഡിക്കൊരു ഓൺ ഹീലിംഗ് സിസ്റ്റം ഉണ്ട്. സ്വന്തമായിട്ട് ബോഡിയുടെ കുറവുകൾ പരിഹരിക്കാനുള്ളൊരു സംവിധാനം ദൈവം നമുക്ക് സൃഷ്ടിയിൽ തന്നെ തന്നിട്ടുണ്ട്. ആ സംവിധാനത്തെ ഒന്ന് തേച്ചുമിനുക്കി എടുക്കുക എന്നുള്ളത് നമ്മളിവിടെ ചെയ്യുക. സോ അതിന് സഹായകമാകുന്ന രീതിയിൽ ഒരു ക്ലീനിങ് ഡയറ്റാണ് നമ്മൾ കൊടുക്കുക. ശരീരത്തിൽ നിന്ന് മാലിന്യങ്ങളെ പുറന്തള്ളാൻ, അമിതമായിട്ട് ശേഖരിച്ചിരിക്കുന്ന കൊഴുപ്പിനെയൊക്കെ കത്തിച്ചു കളയാൻ സഹായിക്കുന്ന രീതിയിലുള്ള പച്ചക്കറികളും പഴങ്ങളും പുഴുങ്ങിയ സാധനങ്ങളും നമ്മുടെ നാടൻ തോരൻ പോലുള്ള സംഗതികളൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള ലളിതമായൊരു ഡയറ്റ്. പിന്നെ ഹെർബൽ ജ്യൂസസ് ഉണ്ട്, നെല്ലിക്ക, നാരങ്ങ, അങ്ങനത്തെ കുമ്പളങ്ങ നീര്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ബോഡിയുടെ ക്ലീനിങ്ങിനും റെജുവിനേഷനും വേണ്ടി ഉപയോഗിക്കാറുണ്ട്. യോഗ സെൻറ്റർ എന്ന് പറയുമ്പോൾ ഇവിടെ യോഗയിൽ എന്താണ് ഉൾപ്പെടുത്താറുള്ളത്? നാച്ചുറോപ്പതി ആൻഡ് യോഗിക് സയൻസസ് എന്നാണ് ഞങ്ങളുടെ ഡിഗ്രിയുടെ തന്നെ പേര്. 5 വർഷക്കാലം ഞങ്ങൾ പഠിച്ചു. 5 വർഷക്കാലവും ഞങ്ങൾ യോഗ പരിശീലിച്ചിരുന്നു. നമ്മൾ ഇവിടെ പ്രാക്ടീസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇവിടെ നമ്മൾ പഠിപ്പിക്കുന്നത് തെറപ്യൂട്ടിക് യോഗയാണ്. അതായത് അൾട്ടിമേറ്റ്ലി ആൻ എക്സസൈസ്. ഒരു പേഷ്യൻ്റ് എന്ത് കംപ്ലൈൻറ്റോടുകൂടിയാണോ വരുന്നത്, അയാളുടെ ആ കംപ്ലൈൻറ്റിനെ പരിഹരിക്കാൻ തക്കതായിട്ടുള്ള എക്സസൈസാണ് നമ്മൾ കൊടുക്കുക. അതിലെ ചില പോസ്റ്റേഴ്സിന് യോഗയെന്ന് വിളിച്ചേ മതിയാവുള്ളൂ. കാരണം എളുപ്പത്തിൽ ആൾക്കാർക്ക് മനസ്സിലാകുന്ന ആ ഭാഷയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുക, വളയുന്നതിനേക്കാൾ ഒരു യോഗിക് പോസ്റ്റർ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് പിടികിട്ടുന്നു. അത്രയേ ഉള്ളൂ ബേസ്. അല്ലാതെ ഒരു ഫിലോസഫിക്കൽ യോഗ നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്നില്ല. കാരണം ഹീലിങ്ങിന് അതിൻ്റെ ആവശ്യമില്ല. യോഗയെ എക്സസൈസിൻ്റെ സ്ഥാനത്ത് നിർത്തി നടുവേദനയുള്ള ഒരാൾക്ക് അനുയോജ്യമായിട്ടുള്ള പോസ്റ്റേഴ്സ് കൊടുക്കുന്നു. കഴുത്തിന് വേദനയുള്ള ഒരാൾക്ക്, അല്ലെങ്കിൽ അമിതവണ്ണം ഒരാൾക്ക്, ഡയബറ്റിക് ആയിട്ടുള്ള ഒരാൾക്ക്, BP ഉള്ള ഒരാൾക്ക് അതിനനുസരിച്ചുള്ള എക്സസൈസ് കൊടുക്കുന്നു. അതാണ് യോഗ നമ്മളിവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്തത്. പിന്നെ തീർച്ചയായിട്ടും നമ്മുടെ ബ്രീതിങ് എക്സസൈസുകളുണ്ട്, ശ്വാസ നിയന്ത്രണം. അത് ഈ പറഞ്ഞതുപോലെ ഒത്തിരി ഓവർ സ്ട്രെസ്ഡായിട്ട് വരുന്നവർക്ക്, അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ ഇല്ലാത്തവർക്ക്, ഒത്തിരി മൂഡ് ഫ്ലക്ച്വേഷൻസ് ഉള്ളവർക്കൊക്കെ ഒരു ആത്മനിയന്ത്രണത്തിലേക്കും ബോഡി അവനവൻ്റെ കൺട്രോളിലേക്കും കൊണ്ടുവരാൻ പറ്റുന്ന ഒരു സയൻറ്റിഫിക് മെത്തേഡായിട്ടാണ് നമ്മൾ ബ്രീതിങ് എക്സസൈസ് ഇവിടെ പ്രാക്ടീസ് ചെയ്യുക. പിന്നെ ഇതിലൂടെ ആൾക്ക് ഒരു ശാന്തമാകാനും സ്വച്ഛമാകാനും കൂടുതൽ നന്നായിട്ട് അവനവനെ ഒന്ന് കണ്ടെത്താനും ബോഡിയെ തന്നെ ഒന്ന് തിരിച്ചറിയാനും ഒക്കെയുള്ള സാധ്യതകൾ അവിടെ തുറന്നു കിടപ്പുണ്ട്. സോ ഓവറോൾ ഒരു എക്സസൈസ് എന്നുള്ള നിലയ്ക്കാണ് നമ്മൾ ഇവിടെ യോഗ അപ്ലൈ ചെയ്യുന്നത്. ഡോക്ടർ പറയുന്നത് പേഷ്യൻസ് എല്ലാം പൂർണ്ണമായും സഹകരിക്കാറുണ്ടോ? തീർച്ചയായിട്ടും ഒരു 99.9% സഹകരിക്കാറുണ്ട്. സഹകരിക്കാതെ വരുന്നത് അവരുടെ വിമുഖത കൊണ്ടല്ല, പറ്റാത്ത ചില സാഹചര്യങ്ങളുണ്ട്. ഒത്തിരിയേറെ ഒരു റോങ് ലൈഫ് ഹാബിറ്റ്സ് പിന്തുടർന്ന് വന്നവർക്ക് പെട്ടെന്ന് ഒരു സിസ്റ്റത്തിലേക്ക് കടക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു തിക്കുമുട്ടലുണ്ടാവുമല്ലോ, അതുകൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ. പിന്നെ പുറത്തിറങ്ങുമ്പോൾ അവർക്ക് ചില ടെംപ്ടേഷൻസ് ഒക്കെ ഉണ്ടാവും. ഞാൻ പറയാറുണ്ട്, തീർച്ചയായിട്ടും നിങ്ങളൊരു നല്ല കാര്യത്തിനാണ് ഇവിടെ വന്നിരിക്കുക. അതിൻ്റെ ഉത്തരവാദിത്വം പൂർണ്ണമായിട്ടും നിങ്ങളുടേതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതും ഇതൊക്കെ ചെയ്യാം, നിയമങ്ങൾക്ക് വിരുദ്ധമായിട്ടൊക്കെ ചെയ്യാം. ബട്ട് നമ്മൾ ഇറങ്ങി പുറപ്പെട്ട് തന്നെ ഫലം ലഭിക്കാറില്ല. അതുകൊണ്ട് അങ്ങനെ ബോധ്യപ്പെടുത്തിയെടുക്കുമ്പോൾ കൺവിക്ഷൻസ് മൂലം അവർ നന്നായിട്ട് സഹകരിക്കാറുണ്ട്. പോയിട്ട് ഫോളോ ചെയ്യുന്നവരാണ് അധികവും. ഓൾമോസ്റ്റ് നമ്മൾ പറഞ്ഞു വിടുന്ന ഒരു 80% കാര്യങ്ങളും ഫോളോ ചെയ്യുന്നവരാണ് അധികവും. കിടന്നുള്ള ചികിത്സയ്ക്കാണ് സിസ്റ്റർ മുൻതൂക്കം കൊടുക്കുന്നത്. നമ്മുടെ സിസ്റ്റം അങ്ങനെയാണ്, നാച്ചുറോപ്പതി അങ്ങനെയാണ്. തീർച്ചയായിട്ടും നമ്മുടെ ഭക്ഷണ ക്രമീകരണം, ഉറങ്ങുന്ന കൃത്യമായ സമയം, എഴുന്നേൽക്കുന്നത്, ശരീരശുദ്ധി, വ്യായാമം എല്ലാം നമുക്കൊരു സെൻട്രൽ താമസിച്ചുകൊണ്ടേ പറ്റുള്ളൂ. ഞാൻ രാവിലെ ഇവിടെ വന്നു, ചികിത്സ എടുത്തു, തിരിച്ചു വീട്ടിൽ പോകുന്ന വഴിക്കായിരിക്കും എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഗസ്റ്റ് വരിക. സോ അവരുടെ കൂടെ കൂടിയിരുന്ന് അവരെ ഒന്ന് സന്തോഷിപ്പിക്കാനായിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മളിവിടെ ഫോളോ ചെയ്തു വന്ന കാര്യങ്ങളെല്ലാം അവതാളത്തിലായി. അതുകൊണ്ട് ഞാൻ പറയുന്നത്, എപ്പോഴും നിങ്ങൾ ചികിത്സിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു സെൻറ്ററിൽ വന്ന് താമസിച്ച്, അതാണൊരു ഒരു ഒരു സ്വയം അവബോധത്തിലേക്ക് വരാൻ സഹായിക്കുന്നതാണ്. അല്ലെങ്കിൽ നമ്മൾ 100 തിരക്കിൽപ്പെട്ടു പോകും. ഇത് ശരിയാവില്ല. ഫിസിയോതെറാപ്പി ചെയ്യാൻ വേണ്ടി ആളൊക്കെ, സിസ്റ്ററിനെ സഹായിക്കാൻ ആളൊക്കെ ഉണ്ടോ? തീർച്ചയായിട്ടും നമ്മുടെ തെറപ്പിസ്റ്റിനെ, നമുക്കൊരു ഫിസിയോതെറാപ്പി ഞങ്ങളുടെ തന്നെ സിസ്റ്റർ ഉണ്ടായിരുന്നു. സിസ്റ്ററിൻ്റെ കീഴിൽ തെറപ്പിസ്റ്റ് വന്നിട്ട് ട്രെയിനിങ് എടുത്തിട്ടുണ്ട്. ഞാനും ഫിസിയോതെറാപ്പി പഠിച്ചതാണ്, ഞങ്ങളുടെ കോഴ്സിൻ്റെ ഭാഗമായിരുന്നു. സോ അങ്ങനെ ട്രെയിൻഡ് ആയിട്ടുള്ള തെറപ്പിസ്റ്റാണ് നമുക്ക് ചെയ്യുന്നത്. ഇത്തരം പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ സിസ്റ്ററിൻ്റെ പ്രാർത്ഥനാ ജീവിതം ഏത് രീതിയിലാണ് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്? ഒരു സന്യാസി എന്ന നിലയിലും ഡോക്ടർ എന്നുള്ള നിലയിലും പ്രാർത്ഥന ധാരാളം ഇല്ലാതെ ഒരു നിമിഷം പോലും മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു ജീവിതമാണ് തീർച്ചയായിട്ടും എൻ്റേത്, എന്നെപ്പോലുള്ള പലരുടേതും, എല്ലാവരുടേതും. സോ പ്രാർത്ഥനയാണ് എൻ്റെ ആദ്യ ഭക്ഷണം, ഏറ്റവും പ്രധാനപ്പെട്ട ഭക്ഷണം, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം. അതാണ് എൻ്റെ ശക്തി, അതാണ് എൻ്റെ ഒരു അഭയകേന്ദ്രം. സോ എനിക്ക് വേണ്ടുന്ന എല്ലാ കൃപകളും ലഭിക്കുന്നത്
തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ നിന്നാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഹോബിയാണ് പ്രാർത്ഥന. നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടിരുന്നു. ഈശോയുടെ കൂടെ ആയിരിക്കുക എന്നുള്ളതാണല്ലോ പ്രാർത്ഥന, കൂടെ ആയിരിക്കുക. അതിന് ഞാൻ സാധ്യമായ എല്ലാ സമയങ്ങളും വിനിയോഗിക്കാറുണ്ട്. ചാപ്പലിൽ പോയി ഇരുന്ന് പ്രാർത്ഥിക്കാൻ ധാരാളം സമയം കണ്ടെത്താറുണ്ട് തീർച്ചയായിട്ടും. അതിലുപരി നമ്മൾ ജോലി തിരക്കുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോഴൊക്കെ ഞങ്ങളുടെ ആരാധനാ സമൂഹത്തിൻ്റെ പ്രഭാത പ്രാർത്ഥനയിൽ പറയാറുണ്ട്, മനസ്സുകൊണ്ടും ഹൃദയം കൊണ്ടും എല്ലായ്പ്പോഴും അങ്ങയോട് ഒന്നിച്ചിരുന്നു കൊള്ളാമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. ആ വാഗ്ദാനം ഞാൻ കൂടെ കൂടെ നവീകരിക്കാറുണ്ട്. എൻ്റെ ഹൃദയവും ചിന്തകളും എല്ലാം ഈശോയുടെ കയ്യിൽ ഏൽപ്പിച്ച് ഈശോ നാമം ഉച്ചരിച്ച് ചെറിയ പ്രാർത്ഥനാ മന്ത്രങ്ങൾ ജപിച്ച് സദാ ഹൃദയം ഈശോയുടെ കൂടെ ആയിരിക്കാനായിട്ട് ചേർത്ത് നിർത്താനായിട്ട് ഞാൻ ശ്രമിക്കാറുണ്ട്. അല്ലാത്ത പക്ഷം എനിക്ക് തന്നെ മനസ്സിലാകും എൻ്റെ ശക്തി ചോർന്നു പോകുന്നു, ഞാൻ തീർത്തും ഒരു ലൗകിക ഒരു വ്യക്തിയായി പോകുന്നത് പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. പ്രാർത്ഥനയില്ലാത്തൊരു സന്യാസ ജീവിതം ഒരിക്കലും ഒരു വിജയത്തിലേക്ക് എത്തില്ല. പ്രാർത്ഥനയാണ് എല്ലാത്തിൻ്റെ അടിസ്ഥാനം. പ്രാർത്ഥിക്കുന്ന ഒരു സന്യാസിക്ക് ലോകത്തിൽ എന്തൊക്കെ നഷ്ടപ്പെട്ടു എന്ന് തോന്നിയാലും ഉള്ളിൽ എല്ലാത്തിൻ്റെയും സന്തോഷത്തിൻ്റെ തികവ് അനുഭവിക്കാനായിട്ട് സാധിക്കും. അത് ഒരു സന്യാസിനിക്കോ ഒരു പുരോഹിതനോ മാത്രമല്ല, എല്ലാവർക്കും അങ്ങനെയാണല്ലോ. ദൈവത്തോട് ബന്ധപ്പെട്ടുകൊണ്ടാണ് എല്ലാ നന്മകളും നമുക്ക് ലഭിക്കുക. അതിനുള്ള ഈശോ കാണിച്ചു തന്ന എളുപ്പവഴിയാണ് പ്രാർത്ഥന. ഇത്രയും നേരം ശാലോം TV പ്രേക്ഷകർക്ക് വേണ്ടി സിസ്റ്റർ സ്വന്തം ജീവിതത്തെക്കുറിച്ചും ചികിത്സാ രീതികളെക്കുറിച്ചും പങ്കുവച്ചതിന് നന്ദി പറയുന്നു. സിസ്റ്ററുടെ തുടർന്നുള്ള പ്രവർത്തനങ്ങളിലും എല്ലാവിധ പ്രാർത്ഥനാ മംഗളങ്ങളും നേരുന്നു. ഞങ്ങളുടെ സ്ഥാപക പിതാവിൻ്റെ നാമത്തിൽ, ബിഷപ്പ് കുര്യാളശ്ശേരി പിതാവിൻ്റെ നാമത്തിലുള്ള ഒരു സ്ഥാപനമാണ് ഇത്. ഇവിടെ പ്രകൃതി ചികിത്സയാണ് ഇവിടെ നടക്കുന്നത്. പ്രകൃതിയുമായിട്ട് എങ്ങനെ ഇണങ്ങി നമുക്ക് ജീവിക്കാം എന്നും ഒരുപാട് പേര് ഈ പ്രകൃതി ചികിത്സ തേടി ഇവിടെ എത്തുന്നുണ്ട്. സിസ്റ്റർ ജ്യോതിയുടെ നേതൃത്വത്തിലാണ് ഈ പ്രകൃതി ചികിത്സാലയം ഇവിടെ നടക്കുന്നത്. ഇവിടെ വരുന്ന എല്ലാ ആൾക്കാരെയും അവരെ മാനസികമായിട്ടും ആത്മീയമായിട്ടും ഒക്കെ ഉണർത്താൻ വേണ്ടി സിസ്റ്ററിൻ്റെ വലിയൊരു സപ്പോർട്ട് ഈ സ്ഥാപനത്തിനെ മുന്നോട്ട് നയിക്കുന്നുണ്ട്. സിസ്റ്റർ ഇവിടെ മാത്രം ഒതുങ്ങി നിന്നല്ല ഇത് പ്രവർത്തിക്കുന്നത്. സിസ്റ്റർ പുറത്തു പോയി ഒരുപാട് പേർക്ക് ക്ലാസ് എടുക്കുകയും ഈ പ്രകൃതി ജീവനം എങ്ങനെ സാധാരണ ജീവിതത്തിൽ നടത്താം എന്ന് സിസ്റ്റർ വളരെ വ്യക്തമായിട്ട് ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. സിസ്റ്ററിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഞങ്ങളുടെ സന്യാസിനി സമൂഹത്തിൻ്റെ സപ്പോർട്ടുണ്ട്. സിസ്റ്ററിന് എല്ലാ വിജയങ്ങളും ആശംസിക്കുന്നു. അടുത്ത ആഴ്ച മറ്റൊരു സമർപ്പിത ജീവിതവിശേഷവുമായി കണ്ടുമുട്ടാം. അതുവരേക്കും പ്രാർത്ഥനയോടെ കാത്തിരിക്കാം.